ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2 കൊറിന്തോസ് 5-17 തിരുവാക്യം. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, 2026 എന്ന പുതിയ വർഷത്തിൽ നാം പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോ മക്കൾക്കും കഴിയട്ടെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും പരാതിയുടെയുള്ള ഭാണ്ഡക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി വയ്ക്കുക. എൻ്റെ കുടുംബം ശരിയല്ല, എൻ്റെ ജീവിത പങ്കാളി ശരിയല്ല, എനിക്ക് നല്ല ജോലിയില്ല, നല്ല ശമ്പളമില്ല, എൻ്റെ കമ്പനി ശരിയല്ല, എൻ്റെ മാതാപിതാക്കൾ ശരിയല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പരാതിയുടെ കുറ്റപ്പെടുത്തലിൻ്റെ ആ സ്വഭാവം നമ്മളിൽ നിന്ന് നീക്കി നന്ദി നിറഞ്ഞൊരു ഹൃദയമായി ഉള്ളവരായി തീരുവാനായിട്ട്, നന്ദി പറയുന്ന ഹൃദയമുള്ളവരായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിതം വിജയകരമാക്കി തീർക്കാൻ നമുക്ക് കഴിയട്ടെ. ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരുവന് മാത്രമാണ് എല്ലാ കാര്യങ്ങളും നന്മ കാണുവാനായിട്ട്, ആ നന്മയിൽ സന്തോഷിക്കുവാനായിട്ട്, അതിനെപ്രതി നന്ദി പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിനാൽ ക്രിസ്തുവിലായിരുന്നു കൊണ്ട് എല്ലാ കാര്യത്തിലും ദൈവത്തിന് തിരുമ്പാകെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം ഈ വർഷം വലിയ വിജയത്തിൻ്റെ ഒരു വർഷമായി തീരുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.